എല്ലാരും പോയാലേ പിന്നെ ഞാൻ ഓടത് നീ വാ. ബാലു ഒരുപാട് കഥകൾ വന്നിട്ടുണ്ട്, കഥകളുടെ പ്രളയം. ഇതൊക്കെ എപ്പോൾ വായിച്ചു തീർക്കാൻ? ആവശ്യം നമ്മളല്ലേ, കുത്തിരുന്ന് വായിക്കാം. എന്താണ് കഥയൊക്കെ വന്നു മകളെ? പിന്നല്ലാതെ അതിനെ കുറിച്ച് അപ്പൊ പറയണ്ടായിരുന്നു. കണ്ടമാനം കഥകൾ വന്നു, അതാ ഞാൻ ബാലുവിന്റെ അടുത്ത് പറയണ്ടായിരുന്നു. അല്ല നിങ്ങൾ എഴുതുന്നില്ലേ? ഞാൻ ഒരു വെറൈറ്റി കഥ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നേരിട്ട് സബ്മിറ്റ് ചെയ്താണ്. ഓക്കെ. അപ്പൊ ബാലുവോ? ഞാൻ പണ്ട് ഗർജൻ എന്നൊരു പുസ്തകം എഴുതിയായിരുന്നു. അതിവിടെ ഒരു വിപ്ലവം സൃഷ്ടിച്ചു. അതിനുശേഷം ഞാൻ ഇന്ന് ഈ തുലി എടുത്തു കഴിഞ്ഞാൽ അത് ഈ വളർന്നു വരുന്നവർക്ക് ഒരു തടസ്സമായിരിക്കും. അതുകൊണ്ട് ഞാൻ തൽക്കാലം എഴുതുന്നില്ല, അവര് വളരട്ടെ. ആ കഥ എഴുതിയതിനു ശേഷമാണ് അച്ഛൻ നാട് വിട്ടത്. അല്ല, അതെ, ഫാൻസുകാരുണ്ടല്ലോ, അവര് അവസാനം ഇരിക്കപ്പുറത്ത് വീട്ടിലോട്ട് കിടന്നു കയറി. അതെ, ഗുണ്ടകളൊക്കെ വന്നു തുടങ്ങിയപ്പോ ജീവൻ പേടിച്ച് അച്ഛൻ ഇവിടെ ഓടി. ശരിക്കും അത് ജാങ്കുമാർ, ഞാൻ എഴുതുമ്പോൾ പലർക്കും നോവും. ഞാൻ സത്യസന്ധമായ സമീപനമാണ് എൻ്റെ എഴുത്തിൽ കൂടെ. ഞാൻ പിന്നെ ആരെ പറ്റി നിർഗളമായിട്ട് എഴുതും. പിന്നെ ശത്രുക്കളെ ഞാൻ ക്രൂരമ്പ അയക്കും. ഞാനൊരു തുറന്ന പുസ്തകമാണ്. അത് ചില തൽപര ഇഷ്ടപ്പെട്ടില്ല, അവരിങ്ങോട്ട് വന്നു, ഞാൻ പലായനം ചെയ്തു. അതെ, ഈ പിള്ളേർക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ പുതുതായിട്ട് എഴുതാത്ത വേറെ ഒന്നുമല്ല, എൻ്റെ ഒറ്റ കൃതിയിൽ ഞാൻ ടോപ്പെത്തും. പിന്നെ പുതിയ പിള്ളേർക്ക് ഒരു തടസ്സമായിട്ട് മാറും. പിന്നെ എനിക്ക് ജോലിക്ക് പോകാനും പറ്റില്ല. അതെ, കൈയും കല്ലൊടിഞ്ഞതിനെ പറ്റി പണിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. ലച്ചുവേ, നീ ഇപ്പം ഇങ്ങോട്ട് വന്നത്? അല്ല, ഇന്നല്ലേ ലാസ്റ്റ് ഡേറ്റ് ഈ കഥയും കവിതയൊക്കെ വരുന്നതിന്റെ. അപ്പൊ അതൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ തന്നതാ. അല്ല, ഒരു കാര്യം നമുക്ക് ചെയ്യാം. ഇത്രയും കഥകൾ ഒന്നുമല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ഈ കഥ വായിച്ചാലോ? ഈ കഥകളൊക്കെ ഒന്ന് വായിച്ചാലോ? അങ്ങനെയാണെങ്കിൽ അച്ഛൻ അമ്മ എടുത്ത് പറയോ? നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാം. നമുക്ക് നീലെടുത്ത് പറയാം. പറഞ്ഞ എല്ലാവരും കൂടെ ഇരുന്ന് നമുക്ക് എല്ലാ കഥകളും വായിക്കാം. ഓക്കെ. അപ്പൊ ഞാൻ പോയി കഥകളെല്ലാം എടുത്തിട്ട് വരാം. അല്ല, വായിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്റർടൈൻമെന്റ് വേണ്ടി എന്തെങ്കിലും എന്ത് എന്റർടൈൻമെന്റ്? ചായയോ കാപ്പിയോ ബിസ്ക്കറ്റോ റസ്കോ ബിസ്ക്കറ്റോ റസ്കോ ചായയോ കാപ്പിയോ ഞാൻ കഥകൾ എടുത്തിട്ട് വരാം കേട്ടോ. ഈ സംസാരിക്കുമ്പോൾ ശ്രദ്ധ ഉണ്ടല്ലോ, അത് കഥ വായിക്കുമ്പോഴും വേണം കേട്ടോ. അതുണ്ടാവും. ഇതൊക്കെ വായിക്കുമ്പോഴാണ് ലച്ചുനോടൊരു ബഹുമാനം തോന്നുന്നത്. അങ്ങനെ ഒരു ഡോക്ക് ഇത് വെച്ച് നോക്കുമ്പോ നീ എത്രയോ ഭേദം. ഓ, അങ്ങനെ കഥകളൊന്നും ഒരു രസമില്ല അല്ലേ? പോരാ. അങ്ങനെയാണെങ്കിൽ എന്റെ കഥ വായിക്കാം. നിന്റെ കഥ ഞാൻ വായിച്ചിട്ട് മാറ്റി വച്ചിട്ടുണ്ട്. ലോകം അവസാനം പബ്ലിഷ് ചെയ്യാം. എന്താച്ചാ അങ്കിള് വായിച്ചായിരുന്നു? നിങ്ങളെ വായിച്ചായിരുന്നു. കഥ കൊള്ളാട്ടോ, പക്ഷെ ഒരു ലോഞ്ചിനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടോ എന്ന് സംശയം. ഭാഷാശുദ്ധി ഇല്ല, കണ്ടന്റ് ഇല്ല. ഇനിയേ ഈ ഒറ്റൊരെണ്ണല്ലേ വായിക്കാനുള്ളൂ? ബാക്കിയൊക്കെ വായിച്ചില്ലേ? അതിന്റെ ഏതെങ്കിലും കൊള്ളായിരുന്നോ? ഇല്ലല്ലോ. ഉള്ളതിൽ വെച്ചിട്ട് എന്റെ അല്ലേ നല്ലതുള്ളൂ. അത് കറക്റ്റ്. അപ്പൊ ഈ ബാക്കിയുള്ളതൊന്നും കൂടി വായിക്കാം. ബാക്കിയുള്ള വായിക്കാം. വേണ്ട വേണ്ട, നീ വായിക്കണം. അമ്മ വായിച്ചോളൂ. അമ്മയ്ക്കാണ് കഥ വായിക്കാൻ. പെട്ടെന്ന് സമയമില്ല, വായിക്കേ. ഏതാ ഇത് പിന്നെ ഞാനുണ്ട്, ഒരുമിച്ച് വായിക്കും. ഇതിന്റെ ടൈറ്റിലുള്ള ബാലു, മല്ലനും മാധവനും. ആരെഴുതിയാലും ഒരു ക്ലാസിക് ടച്ച് ഉണ്ട് അല്ലേ? അതുണ്ട്. വായിക്കട്ടെ എന്തായാലും. നമ്മളെ വീട്ടിലിടക്കണ സംഭവങ്ങളൊക്കെ തന്നെ കൊള്ളാം. ഇതേ ഇവിടെ അച്ഛനെ ചിറ്റപ്പനെ പോലെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് എന്താണ് അവാർഡ് പടം പോലെ മക്കളെ. നിങ്ങൾ കാണിക്കുന്ന കോപ്രായോ മണ്ടത്തരോ ആ ചിരിയും സ്നേഹവും ഇതെല്ലാം ഉണ്ട്. കവിയത്രി എന്താ പറയുന്നത്? കൊഴപ്പില്ല. ഒരസൂയയുടെ സ്വരം മന്ത്രിക്കുന്നുണ്ടോന്നൊരു സംശയമില്ലാതില്ല. രാംകുമാറെ, ഈ ആളെ എഴുതിയ ആളെ വിളിച്ചിട്ടേ ഇതിന്റെ ബാലൻസ് എഴുതി വെക്കാൻ പറ. അത് പറയണം. പേരെന്താ അയാളുടെ? പേരെന്താ? ഇതിലില്ലല്ലോ പേര്. ചിലവര് പേര് വെക്കില്ലെന്നേ. നമ്പർ ഉണ്ട്. നമ്പർ വിളി. ഒന്ന് ഓഫ് ചെയ്ത് സൈലൻസ് ആക്കണം. ഒരാളെ വിളിക്കുന്നില്ലേ? അത് എന്നെയാണ് വിളിക്കണേ. നിന്നെയാണ് വിളിക്കുന്നതാ? നിനക്ക് എഴുതിയാളൊന്നും എന്താ? നിന്റെ നമ്പർ എങ്ങനെയാലും വന്നത്? സുരേന്ദ്ര, നീയാണ് എഴുതിയത്? ഓ, ചേട്ടത്തല്ലേ പറഞ്ഞ നമ്മൾ രണ്ടുപേരും ഇവിടെ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം എഴുതി വെച്ച നല്ലൊരു കഥയാവുന്നു. അതങ്ങനെ മോളെ, ഈ കഥയൊക്കെ എഴുതാൻ വേണ്ടി അനുഭവം വേണ്ടേ? മോക്ക് അനുഭവം ഉണ്ടോ? ഇതിപ്പോ നമ്മളെ രണ്ടുപേരുടെ അനുഭവം വെച്ച് എഴുതിയ കഥയില്ലേ? ഇങ്ങനെ എഴുതി വന്നപ്പോഴേ അങ്ങ് ബ്ലോക്കായി പോയി.
പിന്നെ ഒന്നും അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ വേറൊരു ഐഡിയ എടുത്തു. അങ്ങനെയല്ലേ നിന്റെ അടുത്ത് വീണ്ടും വീണ്ടും ഞാൻ കിട്ടി വഴക്കുണ്ടാക്കിയത്. അപ്പൊ സാധനം കിട്ടി. അങ്ങനെയല്ലേ ബാക്കിയൊക്കെ എഴുതിയത്. എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പോ കഥയൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് അഡ്വാൻസ് എന്ന ബാക്കി കാര്യങ്ങളൊക്കെ നോക്കായിരുന്നു. ഞാനല്ലേ അഡ്വാൻസ് തന്നിരിക്കും, ധൈര്യമായിട്ട് കഥ എഴുത്. പിന്നെ സംഭവം ഹിറ്റായി എന്നുണ്ടെങ്കിൽ 2ാം ലക്കവും നമുക്ക് ഇറക്കാം. ചിറ്റപ്പ പൊളിച്ച് അടിപൊളി കഥ. എല്ലാം നിങ്ങളെയൊക്കെ അനുഗ്രഹം. ചേട്ടത്തി, ആ ഞാൻ ആ കട വിട്ടിട്ട് ഈ എഴുത്തിലോട്ട് തിരിഞ്ഞാലോ എന്ന് ആലോചിക്കുകയാണ്. ബെസ്റ്റ് ഐഡിയ, ഇത് ബെസ്റ്റ് ഐഡിയ. പെട്ടെന്ന് തന്നെ അച്ഛനെ വിളിച്ച് പറ. ആണാ? അച്ഛന് സന്തോഷാവൂലേ? പോയി പോടാ, പോടാ. അമ്മയെ 5 രൂപയ്ക്ക് വിളിച്ചു ഓ പറയാം. ഇല്ലല്ലോ, അച്ഛനെ നാട്ടിൽ വിളിച്ച് പറ. Okay. എന്നാൽ എനിക്ക് ഒരു തീരുമാനത്തിൽ നീ പോ. ഓക്കെ. നിന്ന് കലമ്പ പോടാ. നോക്കി ഇത് രണ്ടുപേരുടെ സ്വഭാവം കണ്ട. നേരത്തെ രണ്ടും കൂടെ 2 ദിവസമായിട്ട് ഭയങ്കര പൊരിഞ്ഞടിയായിരുന്നു. സുരേന്ദ്രൻ ഒരു നല്ല കാലം വരണമെന്നുണ്ട്. അപ്പൊ ബാലുവിന്റെ സ്വഭാവം മാറി. ആ സന്തോഷം കണ്ട. അല്ല എന്താ ബാലു ഒരു ആലോചന? അല്ല, ഒരു വെടിക്ക് 2 പക്ഷി. അതെങ്ങനെ? എന്ത്? യവൻ ഈ കഥ എഴുതാന്ന് അറിഞ്ഞുകൂടാ. യവൻ എഴുതി കുത്തുവാള എടുക്കും, കട വിടുകയും ചെയ്ത് ആ കട അച്ഛൻ എൻ്റെ വരെ എഴുത്തരും. നല്ല ബെസ്റ്റ് ചേട്ടന്